RSSകാരൊക്കെ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ? ഇതിപ്പോ പഴയ ഇന്ത്യയൊന്നും അല്ല. പണ്ട് നിന്റെയൊക്കെ തൃശൂലങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന കുത്തുബുദ്ദീൻ അൻസാരിമാരെ നീയൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇപ്പോഴൊക്കെ നിന്റെ കയ്യിലിരിക്കുന്ന തൃശൂലം പിടിച്ചു വാങ്ങാൻ കെൽപ്പുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ള രാജ്യമാണ് ഇന്ത്യ. സംഘപരിവാരം ലക്ഷ്യം വെക്കുന്ന ഒരു ഹിന്ദു രാഷ്ട്രം അവിടെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അത് ഏത് ഹിന്ദു രാഷ്ട്രമാണ്? സവർണ ബ്രാഹ്മണ വരേണ്യ ആധിപത്യമുള്ള ഹിന്ദു രാഷ്ട്രം. മനുസ്മൃതിയുടെ നിയമമായിരിക്കും ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത്. 6000 പദം ജാതികളുടെയും ഉപജാതികളുടെയും നിയമം ഇവിടെ കൊണ്ടുവരും. ബ്രാഹ്മണന്മാരെന്ന പേരിൽ, വൈശ്യന്മാരെന്ന പേരിൽ, ക്ഷത്രിയന്മാരെന്ന പേരിൽ, ശൂദ്രന്മാരെന്ന പേരിൽ രാജ്യത്തെ ജനങ്ങളെ പല തട്ടുകളിലാക്കും. എന്നിട്ടോ പ്രായപൂർത്തിയെത്തിയ കീഴാള കുടുംബത്തിലെ പുരുഷന്മാർക്ക് മൂക്കിന് കീഴെ മീശ വളർത്താനെന്ന അവകാശമുണ്ടാകില്ല. പ്രായപൂർത്തിയെത്തിയ കീഴാള കുടുംബത്തിലെ അമ്മ പെങ്ങന്മാർക്ക് മാറുമറയ്ക്കാൻ, നാണം മറയ്ക്കാൻ അവകാശമുണ്ടായിരിക്കില്ല. പൊതുവഴിയിലൂടെ നടക്കാനുള്ള അവകാശമില്ല. ഇവിടുത്തെ എല്ലാ ക്ഷേത്രത്തിലും കയറിയിട്ട് ആരാധന നടത്താനുള്ള അവകാശം അവർക്കുണ്ടാകില്ല. ചവിട്ടുത്തേക്കുന്ന മനുസ്മൃതിയുടെ നിയമം കൊണ്ടുവരുന്ന ഒരു ഹിന്ദു രാഷ്ട്രമാണ് സംഘപരിവാരം ലക്ഷ്യം വെക്കുന്നത്. ഇങ്ങനെയൊക്കെ ഏത് RSSന്റെ കാര്യമാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെ, ഞാൻ പറയുന്ന സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ എടുക്കണം. ഗൂഗിൾ എടുത്തിട്ട് തന്ത്രവിദ്യാപീഠം എന്ന് പറഞ്ഞിട്ട് ചുമ്മാ സെർച്ച് ചെയ്യണം. അവരുടെ വെബ്സൈറ്റ് വരും, അതിനകത്തൊന്ന് കയറി നോക്കണം. അതായത് ഈ തന്ത്രവിദ്യാപീഠം എന്താണെന്നറിയാമോ? തന്ത്രവിധികളും മറ്റും പൂജാ കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണത്. ഇതിന്റെ സ്ഥാപകരിൽ ഒരാൾ ആരാണെന്നറിയാവോ? ഇങ്ങേരിപ്പോൾ പറഞ്ഞ സവർണ ബ്രാഹ്മണിക്കൽ RSS ഉണ്ടല്ലോ, ആ RSSന്റെ പ്രചാരകനായിരുന്ന മാധവ്ജി. ഈ സ്ഥാപനത്തിന്റെ ഉദ്ദേശം എന്താണെന്നറിയാവോ? അബ്രാഹ്മണർക്ക്, അതായത് ബ്രാഹ്മണരല്ലാത്തവരെ പൂജാതി കർമ്മങ്ങൾ പഠിപ്പിക്കുക. പിന്നെ RSSന്റെ ഐഡിയോളജി ഫോളോ ചെയ്യുന്നവരും ഇതിന്റെ നടത്തിപ്പുകാരായിട്ടുണ്ട് കേട്ടോ. ഇവിടെ SC/STക്കാർക്കായാലും OBCക്കാർക്കായാലും ഈഴവർക്കായാലും അങ്ങനെ ഏത് ജാതിയിൽപ്പെട്ടവർക്കായാലും പൂജാതി കർമ്മങ്ങൾ പഠിക്കാൻ സാധിക്കും. സംശയമുള്ളവർ വേണമെങ്കിൽ ഗൂഗിൾ എടുത്തിട്ട് തന്ത്രവിദ്യാപീഠം എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്ത് നോക്കുക. താല്പര്യമുള്ളവർക്ക് ആർക്ക് വേണേലും അവിടെ അഡ്മിഷൻ കിട്ടും. എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുക, ഈ RSSൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഈ ബ്രാഹ്മണന്മാരും നായന്മാരും അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സവർണ ജാതിയിൽപ്പെട്ട ആൾക്കാർ മാത്രമാണെന്നാണോ? ചേട്ടാ, ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ശാഖയായിട്ട് നിങ്ങളൊന്ന് ബന്ധപ്പെട്ട് നോക്ക്. അവിടെ ഏത് ജാതിയിൽപ്പെട്ട ആൾക്കാരാണ്? ഈ പറഞ്ഞ പോലെ ഇവർ പറയുന്ന പോലെ കീഴാളൻ മേഴാളൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വ്യത്യാസം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോയി നോക്ക്. അല്ലെങ്കിൽ ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും RSSന്റെ ശാഖ നടക്കുന്ന സ്ഥലത്തായിട്ട് എന്നിട്ട് ഇന്ന പോലെ എന്നെയും കൂടെ ഇതിനകത്തൊന്ന് ചേർക്കുമോ എന്നൊന്ന് ചോദിച്ചു നോക്ക്. ഞാൻ ഇന്ന പോലെ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ്, നമ്മളെയൊക്കെ ചേർക്കുമോ ഒന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പോൾ അറിയാലോ അവർ മാറ്റി നിർത്തുമോ ഇല്ലയോ എന്ന്. ഇപ്പൊ കണ്ടോണം, കമന്റ് ബോക്സിൽ മൊത്തം തെറിവിളികളായിരിക്കും. നിങ്ങൾ തെറി വിളിച്ചുകൊണ്ട് സത്യം അല്ലാതാകത്തില്ലല്ലോ. ചുമ്മാ അങ്ങോട്ട് തള്ളി മറിച്ചോളൂ. RSS ബ്രാഹ്മണിക്കൽ സവർണ ഫാസിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ മുന്നേ BJPയിലോട്ട് തന്നെ നിങ്ങളൊന്ന് നോക്കിക്കേ. BJPയിലെ നേതാക്കളെ തന്നെ നോക്കിയേ. BJP പ്രസിഡന്റ് ആക്കിയവരെ നോക്കിക്കേ. BJPയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് നോക്ക്. അതിനിടയ്ക്ക് മനുസ്മൃതിയുടെ കാര്യം പറഞ്ഞു. ഈ മനുസ്മൃതിയുടെ കാര്യം ഇവരെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടെന്നുള്ള അല്ലാതെ ഏതെങ്കിലും ഹിന്ദു ഈ സാധനം കണ്ടിട്ടുണ്ടോ? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഇനി അഥവാ അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവനെടുത്ത് തൂരട്ട് കളയും. അത്രേ ഉള്ളൂ. നീ ഹിന്ദുവിനെ മാറ്റി നിർത്തിയാൽ പോലും ഏതെങ്കിലും RSSകാരനോ BJPക്കാരനോ ഈ സാധനം കണ്ടിട്ടുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല.